പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഇയാൾ ധാരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ എൻ്റെ കാരുണ്യത്തിനു വേണ്ടി യാചിച്ചുകൊണ്ടിതാണ് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. മനുഷ്യവംശത്തോടുള്ള അനന്തമായ സ്നേഹം ഇതാ ഈ അൾത്താരയിൽ ഞങ്ങൾ ദർശിക്കുന്നു. അവൻ ഞങ്ങളെ നിന്റെ സ്വന്തമാക്കുവാൻ, ഞങ്ങളെല്ലാവരും നശിച്ചു പോകാതിരിക്കാൻ, തിന്മയുടെ സ്വാധീനം ഞങ്ങളിൽ ഏശാതിരിക്കുവാൻ നീ ഞങ്ങളുടെ മേൽ കാണിച്ച വലിയ കാരുണ്യമാണ് നിന്റെ പുത്രനായ ഈശോ. ആ ഒരു വലിയ ബോധ്യത്തിൽ ദൈവമേ, ഈ കൃപയുടെ സമയം ഞങ്ങളതിനെ പൂർണ്ണമായി നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നാടിനെയും എല്ലാം നിന്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ നീ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ കരുണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. തിരുവചനത്തിലെ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സങ്കീർത്തകന് കൂടെ കൂടെ പറഞ്ഞു വയ്ക്കുന്നൊരു വലിയ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ചും ശാശ്വതമായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും വർണ്ണിക്കുന്ന സങ്കീർത്തകനെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റും. 100-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ദൈവത്തിൻ്റെ കാരുണ്യം ഇത്രമാത്രം ശാശ്വതമാണെന്നും ആ ശാശ്വതമായ കാരുണ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയം വെക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. 92-ാം സങ്കീർത്തനത്തിൽ അതിന് 2-ാമത്തെ തിരുവചനം ഇപ്രകാരം പറഞ്ഞു: ദശതന്ത്രീനാദത്തോടു കൂടെയും കിന്നരവും വീണയും മീട്ടി പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ശ്രേഷ്ഠം. അതായത് സങ്കീർത്തകൻ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അത് പ്രഘോഷിക്കുന്നതും ഉദ്ഘോഷിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നുള്ള കാര്യം വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥന സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യവംശത്തോട് കാണിക്കുന്ന ഈ ഒരു വലിയ കാരുണ്യത്തിന് അന്തമില്ല. ശാശ്വതമായ ഒരു കരുണയാണ് ദൈവം മനുഷ്യവംശത്തോട് കാണിക്കുക. ഒരിക്കലും മാറിപ്പോകുന്നതോ മാറ്റമില്ലാത്ത വലിയ മഹാകരുണയാണ് ദൈവം കാണിക്കുന്നത്. ഈ ഒരു വലിയ കരുണ മനുഷ്യവംശത്തിന് ഏറ്റവും കൂടുതൽ അനുഭവേദ്യമായത് ദൈവം അയച്ച പിതാവ് അയച്ചതും പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ്. ചരിത്രത്തിൽ ദൈവം മനുഷ്യവംശത്തെ സന്ദർശിച്ചത്. ഈശോയിലൂടെ ദൈവത്തിൻ്റെ കരുണ എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുണ കാണിച്ച് കരുണയോടെ തന്നെ സമീപിച്ചവരെ പരിപാലിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 34-36 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ
പാപിനിക്ക് മോചനം കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു ഫരിസേയൻ ഈശോയെ ഭക്ഷണത്തിനായിട്ട് വിളിച്ചു. അപ്പോൾ ഈശോ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് പാപിനിയായ ഒരു സ്ത്രീ, നമുക്ക് പേരോ അഡ്രസ്സോ ഒന്നും കൊടുത്തിട്ടില്ല, അവളെക്കുറിച്ച് പറഞ്ഞ പാപിനി എത്രമാത്രം സമൂഹത്തിൽ ഒരു പാപിനിയാണ്, അല്ലെങ്കിൽ പാപം ചെയ്തവളാണ് എന്ന് മുദ്ര കുത്തിയവളാണ്. അവൾ ഈശോയുടെ അടുക്കൽ വന്നു. താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കി അവൾ ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. ആരും അവളെ വിളിച്ചില്ല. ഈശോ അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ വന്നു. അത്രമാത്രം ധീരതയോടെ ഈശോയെ സമീപിക്കാനായിട്ട് അവൾ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. താൻ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം എന്നോട് ക്ഷമിക്കുമെന്നുള്ള വലിയ ബോധ്യം അതവളെ നയിക്കുന്നത് ഈശോയുടെ അടുക്കലേക്കാണ്. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിൻ്റെ അരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടുള്ളൊരു കരച്ചിലല്ല, മറിച്ച് അനുതാപത്തോടെയുള്ള ആ വലിയ കണ്ണുനീര് ഈശോയുടെ മനസ്സിലേക്ക് അവളെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അവളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശോയെ കാണും. ഇത്രമാത്രം കരുണ ചൊരിയുന്ന ആ ഒരു ഈശോയുടെ മുഖം നമുക്ക് അവിടെ കാണാൻ പറ്റും. പഴയ നിയമത്തിൻ്റെ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോഴും തൻ്റെ മുമ്പിൽ അനുതാപ കണ്ണീരോടെ തൻ്റെ പാദങ്ങൾ കഴുകുന്ന ആ ഒരു പാപിനിയായ സ്ത്രീയെ ഈശോ കരുണയോടെ നോക്കിയിട്ട് അവൾക്ക് വലിയ ഒരു വിടുതലും സന്തോഷവും നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ അനുതാപ കണ്ണീരോടെ ഈശോയെ സമീപിക്കാനും ഈശോയുടെ കാരുണ്യത്തിൽ നമ്മൾ അഭയം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പാപത്തിൻ്റെ വലിയ ബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ അനുതാപത്തോടെ ദൈവത്തിൻ്റെ വലിയ കരുണയെ പ്രാപിക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യമാണ്, കർത്താവേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു, കർത്താവേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ ഒരു വലിയ പ്രാർത്ഥന നമ്മളെ കൊണ്ടു നിർത്തിക്കുന്ന അനുതാപത്തോടെ കർത്താവിലേക്ക് തിരിയുവാനായിട്ടുള്ളൊരാഹ്വാനമാണ്. ശാശ്വതമായ കരുണയോടെ നമ്മളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ അനുഗ്രഹീത ജനമായിട്ട് മാറും, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നമ്മൾ വഴിയും നമ്മുടെ മാതാപിതാക്കൾ വഴിയും പൂർവികർ വഴിയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ഈ നിമിഷം. യഥാർത്ഥ അനുതാപത്തോടെ ദൈവത്തിൻ്റെ വലിയ കരുണയെ സമീപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മുടെ ചെയ്തികളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ വന്ന ആ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നമുക്ക് തിരിച്ചറിയുവാനും അതേ ഓർത്ത് മനസ്താപത്തോടെ അനുതാപത്തോടെ ദൈവത്തിൻ്റെ കരുണയെ സമീപിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ ഗാനത്തിൻ്റെ ഈ വരികളോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈ ഒരു ഗാനത്തിൻ്റെ വരികളിൽ പാടുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ശരണം പ്രാപിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ സകല പാപങ്ങളും
നിൻ സുതനീശോതൻ തിരുരക്തത്താലേ കഴുകേണമേ, വിശുദ്ധീകരിക്കേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നകന്നുപോയ നിമിഷങ്ങളുണ്ടെങ്കിൽ അനുതാപത്തോടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ സന്തോഷകരമാക്കുവാൻ കർത്താവേ, ദൈവമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കും. ഈശോയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവ് ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും